പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മക്കളെ, 12-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥന. എല്ലാവർക്കും ദൈവകൃപയാൽ സന്തോഷം, സമാധാനവും ഉണർവും ഉണ്ടാകട്ടെ. ഈശോയുടെ മക്കളെ, നമ്മളുടെ നിയോഗങ്ങൾ ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിൻ്റെ പണി നടക്കുവാനും, ബ്രദറിന് വേണ്ടിയും ബ്രദറിൻ്റെ കുടുംബത്തിനും ടീം മെമ്പേഴ്സിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോർത്ത് ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മോനെ, മോളെ, നിൻ്റെ നിയോഗങ്ങൾ നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ്. ആയതിനാൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് 2 നിയോഗങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേദനയോടെ കഷ്ടപ്പെടുന്ന ഓരോ മക്കളുണ്ട്. ജോലിയില്ലാതെ വേദനിക്കുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളാൽ കഷ്ടപ്പെടുന്ന മക്കൾ. കർത്താവേ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ, സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, എത്രയോ മക്കൾക്ക് ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ അക്കൗണ്ടിൽ അങ്ങ് പണം കൊടുക്കുന്നു. കഷ്ടതയിലായിരിക്കുന്ന മക്കൾക്ക്, അതുപോലെ ഇത് കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അങ്ങ് നൽകണമേ. കർത്താവേ, രോഗത്താൽ വലഞ്ഞു കിടക്കുന്ന മക്കളുണ്ടല്ലോ, അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ ദൈവമേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. മാതാവിൻ്റെ കപ്പേളയുടെ പണി എത്രയും പെട്ടെന്ന് തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ സമ്പത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരിത് പ്രാർത്ഥിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ കർത്താവേ, ഭാവിയായി എനിക്കങ്ങ് നൽകുന്നത് കടഭാരത്താലും തകർച്ചയാലും കൂടുതൽ കടബാധ്യതയുള്ള മക്കളെയാണല്ലോ ഭാവിയായി എനിക്ക് നൽകുന്നത്. ദൈവമേ, നിൻ്റെ കൃപയാൽ, നിൻ്റെ ശക്തിയാൽ, നിൻ്റെ അഭിഷേകത്താൽ ആവശ്യത്തിന് സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇവരെല്ലാവരും താമസമുള്ള ധ്യാനവും കൂടാൻ വരട്ടെ. മക്കളെ, ഈ ജനുവരി 16 മരിയൻ ധ്യാനമുണ്ട്. അതിലേക്ക് അനേക മക്കൾ വരാനും വരുന്നെല്ലാവരും അനുഗ്രഹമായി മാറുവാനും നിങ്ങളും വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള മക്കൾ സമയം നോക്കി കടന്നു വരിക, ദൈവകൃപയാൽ തന്നെ. കർത്താവേ, കടൽ യാത്ര ചെയ്യുന്നവർ, കടൽ പണിക്കാർ, മത്സ്യത്തൊഴിലാളികളെയൊക്കെ അനുഗ്രഹിക്കണമേ. ആകാശത്തെ കൂടെ യാത്ര ചെയ്യുന്ന, പ്ലെയിൻ മാർഗം യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ കർത്താവേ. വാഹനങ്ങൾ ഓടിക്കുന്ന, കൃഷി ചെയ്യുന്ന, കൂലിപ്പണി ചെയ്യുന്ന, പണിയില്ലാതിരിക്കുന്ന എല്ലാവർക്കും പണി കൊടുത്തും സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പഠിച്ചിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ, അവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. പഠനത്തിൽ പരാജയമുള്ള മക്കളുണ്ടല്ലോ കർത്താവേ, ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ, ആ പരീക്ഷയും വൻവിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കരുണയായിരിക്കണമേ. മാതാപിതാക്കളില്ലാതെ വേദനിക്കുന്ന മക്കൾ ഇല്ലാതെ വേദനിക്കുന്ന മക്കൾ, അവർക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ കുറിച്ച് അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ മാതാപിതാക്കളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, അവർക്ക് നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, എഴുന്നള്ളി വരണമേ. ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങളുടെ പ്രത്യേക നിയോഗം ഇതിനകത്ത് സമർപ്പിച്ചു കൊണ്ടൊന്ന് സ്തുതിച്ചേൻ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നിങ്ങളെ സ്തുതിക്കുമ്പോൾ ടീമിന്, ബ്രദറിന് വേണ്ടിയിട്ടും ടീമിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തുതിച്ചേ. യേശുവേ നന്ദി. ദൈവമേ നന്ദി. ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ ദൈവമാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ യൗസേ പിതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
സകല വിശുദ്ധരുടെ മധ്യസ്ഥം വഴി ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന, ഇത് പ്രാർത്ഥിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ തൊഴിലവസരങ്ങളിൽ കർത്താവെ, അവിടെ എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരനീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് വരാൻ പോകുന്ന 16-ാം തീയതി തുടങ്ങിയുള്ള 19-ാം തീയതി വരെയുള്ള ധ്യാനവും വൺഡേ ധ്യാനവും എല്ലാം അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ 43 ദിവസത്തെ നിയോഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. 16-ാം തീയതി ധ്യാനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നവർ, ആളുകളെ പറഞ്ഞു വിടുന്നവരെയും വരാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ധ്യാനങ്ങൾ കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷമേ. ദൈവം സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.